ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനം 13. ദുഃഖിതൻ്റെ പ്രാർത്ഥന. കർത്താവെ, എത്ര നാൾ അങ്ങെന്നെ മറക്കും? എന്നേക്കുമായി എന്നെ വിസ്മരിക്കുമോ? എത്ര നാൾ അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു പിടിക്കും? എത്ര നാൾ ഞാൻ വേദന സഹിക്കണം? എത്ര നാൾ രാപ്പകൽ ഹൃദയവ്യഥ അനുഭവിക്കണം? എത്ര നാൾ എൻ്റെ ശത്രു എന്നെ ജയിച്ചു നിൽക്കും? നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ ദൈവത്തോട് ചോദിക്കുകയാണ്. എത്ര നാളത്തേക്കാണ് ഞാൻ സഹിക്കേണ്ടത്? എത്ര നാളത്തേക്കാണ് എൻ്റെ ശത്രു എന്നെ എതിർത്ത് നിൽക്കുക? ഇതിനൊരു അറുതി ഉണ്ടാവുകയില്ലേ? അങ്ങനെ നീണ്ടു പോകുന്ന ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ നിരവധി ചോദ്യങ്ങൾ നാം ദൈവത്തോട് ചോദിക്കാറുണ്ട്. നമ്മുടെ ശത്രുവിനെതിരെ നമ്മളെപ്പോഴും പരാതി പറയാറുണ്ട്. 13-ാമത്തെ വചനം ഇപ്രകാരമാണ്: എൻ്റെ ദൈവമായ കർത്താവെ, എന്നെ കടാക്ഷിച്ച് ഉത്തരമരുളണമേ. ഞാൻ മരണനിദ്രയിൽ വഴുതി വീഴാതിരിക്കാൻ എൻ്റെ നയനങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഞാൻ അവനെ കീഴ്പ്പെടുത്തിയെന്ന് എൻ്റെ ശത്രു പറയാൻ ഇടയാക്കരുതേ. എൻ്റെ ശത്രു എൻ്റെ മേൽ ജയിക്കാനായിട്ട് അങ്ങ് ഇടയാക്കരുത്. ദൈവത്തോട് ഒരുപാട് പരാതിയുണ്ട്. എൻ്റെ ശത്രുവിനെതിരായിട്ടുള്ള പരാതിയും അതും ഞാൻ ദൈവത്തോട് തന്നെയാണ് പറയുന്നത്. അങ്ങനെ പരാതിയുടെ ഒരു വലിയ നീണ്ട നിര നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. എങ്കിലും സങ്കീർത്തനത്തിൻ്റെ ഈ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ദാവീദ് രാജാവ് നമ്മെ പ്രകാരം ഓർമ്മിപ്പിക്കുന്നുണ്ട്: ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു. എൻ്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളും. ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും. അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു. എത്രയൊക്കെ പരാതികൾ പറഞ്ഞാലും ദൈവം തന്നെയാണ് യഥാർത്ഥ ആശ്രയം, ഒരേ ഒരു ആശ്രയം എന്ന് ദാവീദിന് വലിയൊരു ബോധ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിലും എത്രയൊക്കെ പരാതികൾ നാം ദൈവത്തിനെതിരായി പറഞ്ഞാലും ശത്രുവിനെതിരെ പരാതിപ്പെട്ടാലും നമ്മെ നിരന്തരം സഹായിക്കുന്ന, നമുക്കെന്നും ആശ്രയിക്കാൻ സാധിക്കുന്ന ഒരു ദൈവം മാത്രമേ ഉള്ളൂ. ആ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നാണ് ദാവീദ് നമ്മെ ഓർമ്മിപ്പിച്ചത്: ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു. എൻ്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളും. ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും. അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കരുണയുടെ മുമ്പിൽ സന്തോഷത്തോടെ നിൽക്കുവാൻ മാത്രമേ അവസാനം നമുക്ക് സാധിക്കുകയുള്ളൂ. എത്രയൊക്കെ നമ്മൾ പരാതികൾ പറഞ്ഞാലും ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം അതിരറ്റ കരുണ കാണിച്ച ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് നമ്മുടെ ദുഃഖത്തിൽ, വേദനയിൽ നിരാശരാകാതെ ദൈവത്തിൻ്റെ കരുണയിൽ പ്രത്യാശ വയ്ക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.